ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ സ്വിഫ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ടാവുമായിരിക്കും, ബമ്പറിൻ്റെ ഡിസൈനിലോ അലോയ്സിലോ ഒക്കെ. ആൻഡ് ചിലപ്പോൾ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുപോലും തോന്നുന്നുണ്ടാവുമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ ഹൈബ്രിഡ് സ്വിഫ്റ്റ് ആണ്. നമുക്കറിയാം ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷമാണ് പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് പുറത്തിറങ്ങിയത്. 4th ജനറേഷൻ വണ്ടിയാണ്. നമുക്ക് ഇന്ത്യയിൽ വരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുറത്തത് കൾട്ടസ് എന്നൊക്കെ പറഞ്ഞ പേരിൽ വേറെ കുറച്ച് വാഹനങ്ങളായിട്ടും വന്നിട്ടുണ്ട്. എന്തായാലും ഇതിപ്പം യൂറോപ്യൻ സ്പെക്കിൽ അവർ ഇതിന് മുന്നേ ഇതിൻ്റെ നോൺ ഹൈബ്രിഡ് ആയിട്ടുള്ള Z12V എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടി തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഇന്ത്യയിലും കഴിഞ്ഞ വർഷം ഇതിൻ്റെ നോൺ ഹൈബ്രിഡ് വണ്ടി തന്നെയാണ് കിട്ടിയത്. അതായത് മൈൽഡ് ഹൈബ്രിഡ് അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇതിൻ്റെ 48 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് വരുന്ന വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇവർ ക്യാമോഫ്ലാജ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി നോക്കിയാൽ മനസ്സിലാവും. ഗ്രില്ലിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ക്രോം എലമെൻറ്റ് താഴത്തോടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. നമുക്ക് താഴത്ത് ചെറിയൊരു സിൽവർ എലമെൻറ്റ് പോലെ അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസ് സ്വിഫ്റ്റ് ആണ്. JDM സ്പെക് സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ ഏകദേശം ഈ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് അവർ ഈ വണ്ടി ഇറക്കാൻ പോകുന്നത് ജപ്പാനിൽ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. എന്തായാലും സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുതിയ അലോയ്സ് കാണാൻ പറ്റും. ഇത് പുതിയ അലോയ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുതിയ അലോയ്സ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പം ഇൻ്റർനാഷണലി വരുന്ന സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ അലോയ്സ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. യൂറോപ്യൻ സ്വിഫ്റ്റ് ആയാലും ജാപ്പനീസ് സ്വിഫ്റ്റ് ആയാലും ഒക്കെ തന്നെ 16 ഇഞ്ച് അലോയ്സ് ആയിരുന്നു അവർ ഇൻ്റർനാഷണലി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് 15 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇൻ്റർനാഷണലി വാഹനത്തിന് ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇന്ത്യയിൽ പക്ഷേ നമ്മുടെ റോഡ് കണ്ടീഷൻസും അതുപോലെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ വെച്ച് അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകും ഇടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ഇനി റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ബാഡ്ജിങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഹൈബ്രിഡ് വണ്ടിയാണ്, ടെസ്റ്റിംഗ് വണ്ടിയാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ അവർ ബാക്കി ബാഡ്ജിങ് അതുപോലെ ക്യാമോഫ്ലാജും ഒക്കെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ബാക്കിൽ ചെറിയൊരു സ്പോയിലർ കാണാം, പക്ഷേ ഷാർക്ക് ഫിൻ ആൻഡിനൊന്നും ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല. ആൻഡ് താഴത്തെ ബമ്പർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് വ്യത്യാസമുണ്ട്. റിഫ്ലക്റ്റേഴ്സ് ഒക്കെ താഴത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ കാണാത്ത പോലത്തെ ഒരു ചെറിയ ഡിഫ്യൂസർ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഇത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനമാണ് നമ്മൾ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വാഹനം കാണുമ്പോൾ തോന്നുക. ഇനി എന്താണ് ഈ വണ്ടി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഒരു കാര്യം ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാം, ഇത് സുസുക്കി ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന പുതിയ Z12V ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം അല്ല, വേറൊരു സംഭവമാണ്. ഇത് 48 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പവർ ട്രെയിൻ ആണ്. ആൻഡ് ഇത് അവർ ജാപ്പനീസ് മാർക്കറ്റിന് വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കൂട്ടാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ജാപ്പനീസ് സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. നമുക്ക് ഇന്ത്യയിൽ വരുന്ന പോലെ അവിടെ AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒന്നും അവർ കൊടുക്കുന്നില്ല. പിന്നെ മാനുവൽ ഓപ്ഷനും അവൈലബിൾ അല്ല. സോ ബേസിക്കലി അവർക്കിങ്ങനെ ഹൈബ്രിഡ് കൂട്ടണമെങ്കിൽ മൈലേജ് കൂട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു 48 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം എങ്കിലും വേണം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം സുസുക്കി ആകെപ്പാടെ ബലേനോ മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ജപ്പാനിലേക്ക് മറ്റുള്ള മാർക്കറ്റ്സിലേക്കൊക്കെ കയറ്റി അയക്കുള്ളായിരുന്നു, പ്രത്യേകിച്ച് ജപ്പാനിലേക്ക് JDM മാർക്കറ്റിലേക്ക്. പക്ഷേ അത് കഴിഞ്ഞ വർഷം അവർ ഫ്രോങ്സും കൂടെ ജപ്പാനിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത്. നമുക്ക് ഇന്ത്യയിലെ റെസ്പോൺസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസ് തന്നെയാണ് അവിടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും സെയിൽ കിട്ടുമെന്നല്ല, 10,000 വണ്ടിയും കൊണ്ട് അവർ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രോങ്സിൻ്റെ. അവർ വിചാരിച്ചാലും കൂടുതൽ ഡിമാൻഡ് അതിനവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസ് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ എന്തായാലും അവർ പുതിയ സ്വിഫ്റ്റ്, അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കും ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ സ്വിഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം ജപ്പാനിൽ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പം ഹൈബ്രിഡ് ആയാലും എന്താണെങ്കിലും അവരവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വണ്ടികളാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ജപ്പാനിലേക്ക് കയറ്റി അയക്കുന്ന സ്വിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. കാരണം ജപ്പാൻ എന്ന് പറയുമ്പം അത് സുസുക്കിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ അവിടെയും അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വണ്ടികൾ കൊണ്ടിറക്കുക എന്ന് പറയുമ്പം ചിലപ്പോൾ ഇത്തിരി മോശമായിട്ട് അവർക്ക് തോന്നുമായിരിക്കും. എനിവേ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ജാപ്പനീസായിട്ട് വേറെ ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ, അതായത് സുസുക്കി ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത വണ്ടികൾ മാത്രമല്ല. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം വരും, ഞാൻ എന്തിനാണ് ഇതിനെപ്പറ്റി ഇവിടെ പറയുന്നത് എന്നുള്ളത്. വലിയ കാര്യമൊന്നും ഇത്രയും നേരം പറഞ്ഞ സംഭവത്തിനില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന സംഭവത്തിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വിഫ്റ്റ് അല്ല ഇന്ത്യയിൽ ഇവരുടെ പുതിയ സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിനും വെച്ച് ആദ്യം വരാൻ പോകുന്ന വണ്ടി. അത് നമ്മുടെ ഫ്രോങ്സ് ആണ്. സ്വിഫ്റ്റിൽ വരും എന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് പുതിയ ഫ്രോങ്സിൻ്റെ ഹൈബ്രിഡ് ബാഡ്ജിങ് വെച്ചിട്ടുള്ള വണ്ടി അവർ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, ഫ്രോങ്സിൻ്റെ താഴത്ത് നമുക്കൊരു പ്രോപ്പർ ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് ആണ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാറിലൊക്കെ കാണുന്ന പോലെ വേറെ ബാഡ്ജിങ് ഒന്നും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുമില്ല. പിന്നെ ടെസ്റ്റിംഗ് വണ്ടിയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാമോഫ്ലാജും ഈ വാഹനത്തിൽ അവർ ചെയ്തിട്ടില്ല. ഇതിനകത്ത് പിന്നെ അങ്ങനെ ക്യാമോഫ്ലാജ് ചെയ്യാൻ മാത്രം ഡിസൈനിൽ വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ മാറ്റം, അതായത്
ഒരു സൺറൂഫ് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രില്ല് മാറ്റുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർ ക്യാമോഫ്ലാജ് ചെയ്തേനെ. പക്ഷേ ഈ വണ്ടിക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയുകൊണ്ടായിരിക്കും അവർ ക്യാമോഫ്ലാജ് ഒന്നും ചെയ്യാൻ നിൽക്കാണ്ടിരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഡിസൈൻ മാറിയില്ലെങ്കിലും എഞ്ചിൻ വൈസ് നമുക്കൊരു സീരിയസ് മാറ്റം തന്നെയാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. എഞ്ചിൻ മീൻസ് Z12V എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഫ്രോങ്സിൽ ഇപ്പം നിലവിൽ ആ എഞ്ചിനല്ല നമുക്ക് കിട്ടുന്നത്. K12N എന്ന് പറയുന്ന ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് കിട്ടുന്നത്. അത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് പുറമെ നമുക്ക് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോളും കിട്ടുന്നുണ്ട്. K10C ടർബോ എഞ്ചിനാണ് അത് വരുന്നത്. അതായത് പുതിയ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്ന് നമുക്ക് പറയാം. 100 bhp അതുപോലെ 147 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന വളരെ പെപ്പി ആയിട്ടുള്ളൊരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. പക്ഷേ എന്നാൽ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ ടർബോ പെട്രോളും അതുപോലെ എണ്ണ എഞ്ചിൻസും CNG അങ്ങനെ ഇഷ്ടംപോലെ പവർ ട്രെയിൻ ഓപ്ഷൻസും പണ്ട് ഡീസൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഡീസൽ കുറച്ച് കുറവാണ്. എന്നാലും ഹൈബ്രിഡ് വണ്ടികൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി അഡീഷണൽ എമൗണ്ട് ഇത്തിരിയല്ല കുറച്ചധികം എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഹൈറൈഡറിൻ്റെ S എന്ന് പറഞ്ഞ സെക്കൻഡ് ബേസ് മോഡൽ വരുന്ന ഹൈബ്രിഡാണ്. അതിന് മുകളിലേക്ക് പോകാനാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരിയം അതുപോലെ ഹൈറൈഡറിൻ്റെ ബാക്കി വേരിയൻസ് ഉണ്ട്. സിറ്റി EHEV ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു എൻട്രി ലെവൽ ഹൈബ്രിഡ് വാഹനങ്ങൾ വരുന്നത്. പക്ഷേ അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അല്ലാതെ അതിൻ്റെ താഴത്തേക്ക് വേറെ ഹൈബ്രിഡ് ഇല്ല. അതുകൊണ്ട് തന്നെ സുസുക്കി വിചാരിച്ച ഒരു പുതിയ കോൺസെപ്റ്റാണ് സീരീസ് ഹൈബ്രിഡ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ടൊയോട്ടയുടെ വണ്ടികൾ, അതായത് ഹൈറൈഡർ ആയിക്കോട്ടെ, ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, ഈവൻ സിറ്റി EHEV ആണെങ്കിൽ പോലും എല്ലാത്തിലും നമുക്ക് സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് കിട്ടുന്നത്. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് എഞ്ചിൻ ഉപയോഗിച്ച് വീൽസ് റൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ ഉപയോഗിച്ചും വീൽസ് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം എഞ്ചിൻ ജസ്റ്റ് ഒരു ജനറേറ്റർ പോലെ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. അല്ലാതെ അത് ഡയറക്റ്റ് വീൽസിലേക്ക് പവർ ചെയ്യില്ല. ഇപ്പോൾ വണ്ടിയുടെ ബാറ്ററി തീരാനാവുകയാണെങ്കിൽ എഞ്ചിൻ ഓൺ ആവും, അതിൻ്റെ ഒരു പർട്ടിക്കുലർ RPMൽ സ്പിൻ ചെയ്ത് നമ്മുടെ ബാറ്ററി അത് റീചാർജ് ചെയ്യും. ആൻഡ് മോട്ടർ മാത്രമായിരിക്കും നമ്മുടെ വീൽസിനെ കറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഇപ്പം സീരീസ് പാരലൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈവേയിൽ പോകുന്ന സമയത്ത് ഇതിന് നമുക്ക് അങ്ങനെ വലിയൊരു എഫിഷ്യൻസി കിട്ടില്ല. കാരണം മോട്ടർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറക്കിക്കൊണ്ടിരിക്കണം. ആൻഡ് എഞ്ചിൻ എപ്പോഴും കുറച്ചധികം സ്ട്രെസ് ചെയ്തിട്ടായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവും. മറ്റതിൽ പക്ഷേ നമുക്ക് എഞ്ചിൻ ഉപയോഗിച്ചും കൂടെ വീൽസ് റൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത്തിരിയും കൂടെ ബെറ്റർ എഫിഷ്യൻസി കിട്ടും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ളൊരു കോംപ്ലക്സിറ്റി കുറവായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇത്തിരിയും കൂടെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് സുസുക്കി ഈ ഒരു അഫോർഡബിൾ വാഹനങ്ങൾക്ക് വേണ്ടി ടൊയോട്ടയുടെ അടുത്ത് നിന്ന് ഹൈബ്രിഡ് സിസ്റ്റം വാങ്ങാതെ അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച്. ആൻഡ് അത് ആദ്യം വരാൻ പോകുന്ന വണ്ടിയാണ് നമ്മൾ കാണുന്ന ഫ്രോങ്സ്. ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ട ടെസ്റ്റിംഗ് വണ്ടിയിൽ ടൈസറിൽ വരുന്ന ഒരു പുതിയ കളർ ഓപ്ഷൻ കൂടെ കാണാൻ പറ്റുമായിരുന്നു. ഇത്രയും കാലം ഈ കാണുന്ന കളർ അത് നമുക്ക് ഫ്രോങ്സിൽ കിട്ടില്ലായിരുന്നു, ടൈസറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഹൈബ്രിഡ് വണ്ടിയിൽ ചിലപ്പം ഫ്രോങ്സിലും കൂടെ നമുക്ക് ഒരു കളർ കിട്ടുമായിരിക്കും. അതാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നത് തീർച്ചയായും മൈലേജിൻ്റെ കാര്യത്തിലാണ്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഹൈബ്രിഡ് സിസ്റ്റം കിട്ടുന്നു എന്ന് പറയുന്നൊരു അഡ്വാൻറ്റേജ് തീർച്ചയായും പറയാം. ഇപ്പം തന്നെ Z12V എഞ്ചിൻ വളരെ എഫിഷ്യൻ്റ് ആണ്. ഇനി അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കൂടെ വന്ന് ഹൈബ്രിഡും കൂടെ ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും 30 kmpl അടുത്തവർക്ക് ക്ലെയിംഡ് എഫിഷ്യൻസി പറയാൻ പറ്റും. ആൻഡ് നമുക്ക് 25-ന് മുകളിൽ ഈസി ആയിട്ട് സിറ്റിയിലൂടെ അച്ചീവബിൾ എഫിഷ്യൻസി കിട്ടുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഫ്രോങ്സ് ആണ് സുസുക്കിയുടെ പുതിയൊരു എക്സ്പെരിമെൻറ്റിങ് വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ആദ്യത്തെ ടർബോ എഞ്ചിൻ കുറച്ച് കാലത്തിന് ശേഷം ഫ്രോങ്സിലാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ആദ്യത്തെ ഹൈബ്രിഡ് സിസ്റ്റം അഫോർഡബിൾ ആയിട്ട് ഇതിനകത്താണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന് മുന്നേ സെലേറിയോ ആയിരുന്നു, ഒരു ആദ്യം AMT കൊണ്ടുവന്നൊക്കെ സെലേറിയോയിലാണ്. അങ്ങനെ കുറച്ച് കാലത്തേക്ക് അവർക്കൊരു എക്സ്പെരിമെൻറ്റിങ് വണ്ടി ഉണ്ടാവും, അതിൻ്റെ അകത്തായിരിക്കും എല്ലാ എക്സ്പീരിയൻസും നടത്തുന്നത്. എനിവേ ആദ്യം ഫ്രോങ്സിൽ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ബാക്കി വണ്ടികൾ ഇപ്പം ബലെനോ ആയിക്കോട്ടെ, സ്വിഫ്റ്റ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം കിട്ടിത്തുടങ്ങും. ഇത് വരാൻ പോകുന്ന 2025 അവസാനം അല്ലെങ്കിൽ 26 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടാണ് ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ബാക്കി വണ്ടികളിൽ ഇത്തിരി കൂടെ ലേറ്റ് ആവുമായിരിക്കും. എന്തായാലും ഗൈസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറിയോ അല്ലെങ്കിൽ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.